ആദർശിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ദേവ്യാനിയും നയനയും കൂടെ നമ്മൾ നാഗേന്ദ്രനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ മുത്തശ്ശിയാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശി അടുത്താണെങ്കിൽ നയന ചോദിക്കുന്നുണ്ട് കേട്ടോ നാഗേന്ദ്രനെ കുറിച്ചൊക്കെ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, മോളിപ്പം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ മോളാണെങ്കിൽ ഇപ്പം മോളെ വയലിലൊരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിൻ്റെയും ആദർശിൻ്റെയും കാര്യം മാത്രം മോൾ ചിന്തിച്ചാൽ മതി, അല്ലാതെ ഈ നാഗേന്ദ്രനെ കുറിച്ചൊന്നും ഇപ്പോൾ മോള് ഒരു കാര്യങ്ങളും തിരക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതുമല്ല മുത്തശ്ശനാണെങ്കിൽ ആ ഒരു പേര് കേൾക്കുന്നത് തന്നെ ദേഷ്യമാണ്, പിന്നെ അത് കേട്ടാൽ പിന്നെ ഇവിടെ ഓരോ പ്രശ്നങ്ങളുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആദർശാണെങ്കിൽ അജയൻ്റെ അടുത്ത് പറയുന്നുണ്ട്, പിന്നെ അപ്പച്ചി കാണിച്ചത് തെറ്റില്ലേ, ആ ഒരു സ്വർണ്ണത്തിന് വേണ്ടി അപ്പച്ചി ഇങ്ങനെ ചെയ്തത് വളരെ തെറ്റല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ അജയൻ പറയുന്നുണ്ട്, അത് ശങ്കരൻ പറഞ്ഞ കഥകളല്ലേ, ശങ്കരനാണെങ്കിൽ ഇപ്പം നാഗേന്ദ്രൻ്റെ ആളല്ലേ, അപ്പോൾ നാഗേന്ദ്രൻ പറയുന്നതൊക്കെ അല്ലേ അയാൾ പറയത്തുള്ളൂ, അയാളെങ്ങനെയും ഇവിടെ കയറി കൂടാൻ വേണ്ടിയൊക്കെ നോക്കുകയാണെന്നൊക്കെ നമ്മൾ അജയനാണെങ്കിൽ ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പിന്നെ കാണിക്കാൻ നമ്മൾ അനിയെയും നമ്മൾ ജാനകി, അപ്പോൾ ജാനകി പറയുന്നുണ്ട്, എന്താണ് ഇനി അടുത്ത കോടതി കൂടുന്ന സമയത്ത് നിനക്ക് എന്തായാലും ഡിവോഴ്സ് കിട്ടും, ആ ഒരു സമയത്താണെങ്കിൽ ഞാൻ ഈ നടക്കാതെ പോയ ഈ വിവാഹ നിശ്ചയം ഞാൻ ഒന്നും കൂടെ നടത്താൻ വേണ്ടിയൊക്കെ ഞാൻ തീരുമാനിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ അനി പറയുന്നുണ്ട്, ശരി അമ്മയാണെങ്കിൽ വിവാഹ നിശ്ചയമൊക്കെ തീരുമാനിച്ചു, പക്ഷേ മോതിരം ഇടാൻ വേണ്ടി ഞാൻ കാണത്തില്ല, വേറെ ആരെങ്കിലും നോക്കിക്കോണോ എന്നൊക്കെ നമ്മൾ അനി പറഞ്ഞിട്ട് ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ജാനകി ആണെങ്കിൽ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നതും കാണിച്ചിട്ടാണ് നാളത്തെ പ്രൊമോ റിവ്യൂ അവസാനിച്ചത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ളാം, ബെല്ലൈക്കൺ എവിടെ ഒന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.